this is Daniel from iCarly.com. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് Xperia J എന്ന് പറയുന്ന സോണിയുടെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ പുതുതായിട്ട് സോണി ഇറക്കിയിരിക്കുന്ന അതേ Xperia സീരീസിൻ്റെ അതേ സെയിം പാറ്റേൺ ആണ് ഈ ഫോണിനുള്ളത്. പിന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്ത് സോണിയുടെ ഡിവൈസാണ്. കുറച്ച് കാലം മുമ്പ് സോണി എറിക്സൺ ആയിരുന്നു. സോണി എന്ന് പറഞ്ഞ കമ്പനി എറിക്സൺ എന്ന് പറഞ്ഞ കമ്പനിയെ കംപ്ലീറ്റ് ആയിട്ട് അക്വയർ ചെയ്തിട്ട് ഇപ്പോൾ ഏതാനും മാസങ്ങളായിട്ടുള്ളത്. അതിനുശേഷം ഇറക്കിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണിത്. ഈ ഫോണിൻ്റെ വില ഏകദേശം 16,500 രൂപയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു കർവ്ഡ് ഷേപ്പ് ഉണ്ട് ബാക്കിൽ. അതായത് ഒരു ആർക്ക് എസ് എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ഫോണിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ്. കുറച്ച് കാലം മുമ്പായിരുന്നു ഈ ഫോൺ ഇറങ്ങിയിരുന്നത്. ആ സെയിം ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഇതിൻ്റെ സെൻട്രൽ പാർട്ടിൽ കുറച്ച് ടെന്നർ ആയതുകൊണ്ട് അത് ഹോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൂടാതെ ചുറ്റും ഒരു ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതും ഫോണിൻ്റെ ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കാൻ ഇടയാക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു മൈക്രോ USB കണക്ടർ, മുകളിലൊരു 3.5mm സ്റ്റാൻഡേർഡ് ഓഡിയോ ജാക്ക്, പിന്നെ സൈഡിലൊരു വോളിയം ലോക്ക് കീ, അതും ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ. നിങ്ങളിത് ശ്രദ്ധിക്കുന്നത് അതൊരു ഷൈനി ക്രോം ഫിനിഷാണ്. അത് മാത്രമല്ല അത് തീരെ ചെറുതാണ്, ടൈനി ബട്ടണാണ്. പിന്നെ അതുകൂടാതെ ബാക്കിൽ ഇതിൻ്റെ ഒരു സ്പീക്കറുണ്ട്. അതുകൂടാതെ ബാക്കിൽ ഒരു Xperia എന്നൊരു ബ്രാൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സോണി എന്നുള്ള പേര് ബാക്കിൽ ഒരു ഭാഗത്തും കാണില്ല, അതിന് വേറെ Xperia എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചർ. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കോൺഫിഗറേഷൻ ഇതിന് 1 GHz സിംഗിൾ കോർ പ്രോസസ്സർ ഉണ്ട്. ഇത് ഡ്യുവൽ കോർ ഫോണല്ല. അതുകൂടാതെ Adreno 200 എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് അതിലുണ്ട്. പിന്നെ ഇതിന് 512 MB റാമും 4 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. ഈ 4 GB ഇൻറ്റേർണൽ മെമ്മറിയിൽ ഏകദേശം 2 GB യൂസറിന് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഒരു 5 MP ക്യാമറ വിത്ത് ഫ്ലാഷ്. എൻ്റെ ക്യാമറ അത്ര നല്ല ക്യാമറ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഇൻഡോർ ഫോട്ടോസൊക്കെ ക്യാമറ വെച്ചെടുക്കുമ്പോൾ അതിൽ ഗ്രെയിൻസ് കാണുന്നുണ്ട്. പക്ഷേ ഔട്ട്ഡോർ ഫോട്ടോസൊക്കെ എക്സ്ട്രീംലി ഗുഡ് ഫോട്ടോസ് ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ലോഡ് ചെയ്ത് വരുന്ന ആൻഡ്രോയിഡ് 4.0 ആണ്, അത് ഐസ്ക്രീം സാൻഡ്വിച്ച്. അതുകൂടാതെ സോണി പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇതിൽ 4.1 ജെല്ലി ബീനിലേക്ക് ഒരു അപ്ഡേറ്റ് അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്നുള്ളത്. ഇതുവരെ വന്നിട്ടില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഈ വർഷം അവസാനം എന്തായാലും ആ ജെല്ലി ബീൻ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കിയുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇത് സോണിയുടെ കസ്റ്റം UI ആണ്. അത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല. ഞാൻ ടൈം സ്കീപ്പ് എന്ന് പറഞ്ഞ യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ വളരെ ഭംഗിയുള്ള UI ആണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ഫാനല്ല. കാരണം എനിക്ക് HTCയുടെ സെൻസ് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ കുറച്ചുകൂടി സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ടച്ച് വിസ് എന്ന് പറഞ്ഞ UI കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്. ഇതെനിക്ക് കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. അതുകൂടാതെ ഈ UIയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ പിഞ്ച് സൂം ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പിഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ക്രീനിലുള്ള എല്ലാ വിഡ്ജറ്റ്സും വന്നിങ്ങനെ ഫ്ലോട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിലേക്ക് പോകുന്നതായിരിക്കും. അതൊരു ഇതിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റാണ്. അതൊക്കെ ഈ ടൈം സ്കീപ്പ് എന്ന് പറഞ്ഞ UIയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബ്രൗസിങ് കേപ്പബിലിറ്റീസ് എങ്ങനെ നോക്കാം. ഇൻ്റർനെറ്റ് ബ്രൗസറിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻ്റർനെറ്റ് ബ്രൗസറിൽ കയറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സോണിയുടെ ഡീഫോൾട്ടായിട്ട് സൈറ്റ് ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും ഈ ബ്രൗസർ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ സോണി മൊബൈലിൻ്റെ വെബ്സൈറ്റാണ് ലോഡ് ചെയ്ത് വരുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം സൈറ്റായ www.icarly.com. നമുക്ക് ഇത് എത്ര ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വൈഫൈയിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് കാണുന്നത്. സാധാരണ ഈ വൈഫൈയിൽ പെട്ടെന്ന് ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ വേറൊരു ഡിവൈസ് സാംസങ്ങിൻ്റെ വല്ല ഡിവൈസ് വെച്ച് ലോഡ് ചെയ്താൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഫൈനലി ഇപ്പോൾ ലോഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സൈറ്റ് വളരെ സ്മൂത്തായിട്ടാണ് ബ്രൗസിങ് എക്സ്പീരിയൻസ്. പക്ഷേ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിലുള്ള മലയാളം കണ്ടൻസ് ഒക്കെ ഇതിൽ മിസ്സിംഗ് ആണ്. പിഞ്ച് ടു സൂം ഫംഗ്ഷൻ അത്ര സ്മൂത്ത് എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എന്താ പിഞ്ച് ചെയ്യുന്നത് എന്താ സൂം ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഈ ഭാഗത്തേക്ക് മലയാളം അത് എൻ്റെ ഫ്രെയിം റേറ്റ് തന്നെ കുറവാണ്. പിഞ്ച് ടു സൂം ഫംഗ്ഷനെ കുറച്ച് വെട്ടിയാണ് സൂം ചെയ്യുന്നത്. അതുകൂടാതെ അപ്പോൾ ഈ ആർട്ടിക്കിൾസിൽ എഴുതിയിരിക്കുന്നതിൽ ഒരുപാട് മലയാളം കണ്ടൻസ് ഉണ്ട്. അപ്പോൾ ആ മലയാളം കണ്ടൻസ് ഈ ഫോണിൽ ഡിസ്പ്ലേ ആകുന്നില്ല. പക്ഷേ ഒരു കുറച്ചും കൂടി 10,000 താഴെയുള്ള അല്ലെങ്കിൽ 5,000 റുപ്പീസിൽ താഴെയുള്ള സാംസങ്ങിൻ്റെ ഫോൺസിൽ വരെ മലയാളം കണ്ടൻസ് ഡിസ്പ്ലേ ആകുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ ഡിസ്പ്ലേ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്കാന്ന് പറയാം. പക്ഷേ മലയാളം കണ്ടൻസുള്ള സൈറ്റ്സ് വളരെ കുറവാണ്. അതാരും അങ്ങനെ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കുറവാണ്. അതുകൊണ്ട് അതത്ര കാര്യമാക്കണമെന്നില്ല, അത് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ലാഗ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചായിരുന്നു. നമുക്കിതിൻ്റെ യൂട്യൂബ് ഫംഗ്ഷനിലേക്ക് പോയി നോക്കാം. നമുക്കിതിൽ പിന്നെ യൂട്യൂബിൻ്റെ ഒരു ആപ്പ്
പ്രീ ലോഡഡ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മാനുവലായിട്ട് അത് ലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു യൂട്യൂബ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ അത് ബ്രൗസറിൽ കയറിയിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ്ലി പോകാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഞാൻ പറയാൻ മറന്നതെന്ന് വെച്ചാൽ ഇതിനൊരു 4-inch സ്ക്രീൻ ഉണ്ട്. 16,500 4-inch സ്ക്രീൻ ഇപ്പോൾ സ്റ്റാൻഡേർഡാണ്. അതിൽ കുറഞ്ഞ സ്ക്രീൻസ് ഒന്നും സാധാരണ വരാറില്ല. എങ്കിലും ഈ 4-inch സ്ക്രീനിൽ ഒരു കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഉണ്ട്. ഇപ്പോൾ സ്ക്രാച്ചസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. അത് പെട്ടെന്ന് സ്ക്രാച്ച് വരില്ല ഫോൺ ഗ്ലാസ്സിൽ. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഈ ഫോൺ ഓക്കെ എന്ന് പറയാം. പക്ഷേ ഒരു 16,500 വേറെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഏകദേശം ആ ബഡ്ജറ്റിലൊരു ഒന്നുകൂടി തിങ്ക് ചെയ്തിട്ട് സോണി എന്ന് പറഞ്ഞ ഡിവൈസിന് അല്ലെങ്കിൽ ഈ ഡിവൈസിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ എന്നെ ഇമെയിൽ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇമെയിൽ അഡ്രസ് icarely@gmail.com. ഞാൻ വിതിൻ 24 hours നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ icarelyയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ഇനിയും കൂടുതൽ മലയാളം റിവ്യൂസ് ആൻഡ് ടെക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. Okay, so I hope this was helpful. This is Daniel signing off right now. See you later. Bye bye.